ഇതില് ഇവളുടെ തലയിലിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ കണ്ണിലോട്ടെത്തി. അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പറയണം കേട്ടോ. ഇവൻ വലിച്ചു പൂച്ചെടുത്തെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ജന്നക്കുട്ടി. പക്ഷേ വലിച്ചു പൂച്ചെടുക്കുന്നതൊന്നും വീഡിയോയിൽ അങ്ങോട്ട് പതിഞ്ഞിട്ടില്ല. ആ സമയത്ത് മാത്രം ക്യാമറയിൽ ഇത്രയേ ഉള്ളൂ സ്പേസ്, അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ക്യാമറ ഓൺ ആക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് ഒരു ന്യായമല്ല. നല്ല ഒന്നാം തരം കള്ളത്തനമാണ് ഇവിടെ പൊളിഞ്ഞടങ്ങുന്ന സുഹൃത്തുക്കളെ. ഞാൻ വീണ്ടും ഈ ഒരു വിഷയമായി വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ, ഈ ജന്ന എന്ന് പറയുന്നവള് ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇവക്ക് ഒരു കുഴപ്പമില്ല, ഇത് വെച്ച് നല്ല ഒന്നാം തരം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമാണെന്ന് നല്ല അടിപൊളിയായിട്ട് എക്സ്പോസ് ആയിട്ടുണ്ട്. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങളൊന്ന് എക്സ്പോസ് ചെയ്തിട്ട് ഇവള് ആദ്യം ഇട്ട വീഡിയോയും അതുപോലെ രണ്ടാമത് പറഞ്ഞ വീഡിയോയും ലാസ്റ്റ് ഇട്ട ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ ആയിട്ട് മൊത്തത്തിൽ നമുക്കൊന്ന് വലിച്ചു കീറി ഒട്ടിച്ചിട്ട് പോവാം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലെ നാട്ടുകാരെ പറ്റിച്ചിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സകലമാന ആണായാലും പെണ്ണായാലും വലിച്ചു കീറി ഒട്ടിക്കും ഉടായ്പകളെ നമ്മൾ വെച്ച് ഉറപ്പിക്കത്തില്ല. എന്റെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിന് നല്ല പോലെ ഒരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് തുടങ്ങാം. ഈ തലയിലിരിക്കുന്ന ഗ്ലാസ് കണ്ടല്ലോ, ഇവളുടെ 40 എത്ര ആയിരം രൂപയുടെ ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. ഈ ഗ്ലാസ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവന്റെ കണ്ണിലിരിക്കുകയാണ്. അപ്പൊ ഇവള് പറയുന്ന ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വലിച്ചു പൂച്ചെടുത്തോണ്ട് പോയെന്ന്. അപ്പൊ വലിച്ചു പൂച്ചെടുത്തതിലും നമുക്ക് തെളിയിച്ചു തരാം. ഞാൻ എന്തായാലും മൊത്തത്തില് ഇന്ന് എക്സ്പോസ് ചെയ്ത് ഒരു കോലമാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോകുന്നുള്ളൂ. എന്തായാലും സകലമാന ഉടായ്പകളും ഞാൻ ഇന്ന് വലിച്ചു പൂച്ചെടുത്ത് കൈ തന്ന് വെളുപ്പിച്ച് വിട്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അതിൽ ഒരു മാറ്റവും ഇല്ല. ഇനി എന്തൊക്കെ ബബ്ബ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു തേങ്ങയും ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല. കാരണം ഇതൊക്കെ വച്ചു ഉറപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ആ വീഡിയോ കാണാം. ഏത് കഴുതപ്പുറത്തിരുന്ന് തുള്ളി തുള്ളി പോയ വീഡിയോ കാണാം. ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ നമ്മൾ ഈ കുതിരപ്പുറത്തൊക്കെ പോകുമ്പം നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ടു പോവാൻ ഭയങ്കര രസമല്ലേ കാണാൻ. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയതായിരിക്കും അല്ലേ. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചതല്ലോ. അതായത് ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഇതിൽ ഞാൻ ഇടയ്ക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇവള് ആ ഇട്ടിട്ടുള്ള വീഡിയോ അതുപോലെയാണ്. ഞാൻ ആ ഒരു ഭാഗം മാത്രമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ ഇടയ്ക്കുള്ള കട്ടിങ് ഞാനല്ല കൊടുത്തിട്ടുള്ളത്, അവളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം ഈ ഗ്ലാസുകളുടെ തലയിൽ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അടുത്ത ഫ്രെയിമിൽ അവന്റെ കണ്ണിലിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതെങ്ങനെ അവന്റെ കണ്ണിലെത്തി? ഇവളെടുത്തു കൊടുത്തിട്ടില്ല, അവൻ വലിച്ചെടുത്തതെന്നാണ് ഇവള് പറഞ്ഞു വെക്കുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് അതിന് വേറെ റീസൺ ഉണ്ട് ഇവക്ക്. അതെന്താണെന്ന് അറിയാവോ? അയ്യോ, ക്യാമറയിൽ ഇത്ര സ്പേസേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ അപ്പോഴപ്പോഴാണ് ഷൂട്ട് ചെയ്തതെന്ന്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇൻസിഡന്റുകൾ നടക്കുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യാതിരിക്കുവോ അതോ എന്തുവാണ്, അതല്ലേ മാക്സിമം ഷൂട്ട് ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പോൾ അത് സമ്മതത്തോടെ അവന്റെ കണ്ണിൽ വയ്ക്കാൻ കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ അവന് ആ ഗ്ലാസ് കൊടുത്തതാവണം. അവനെ വെച്ച് പറഞ്ഞ് ജയിപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി അതും പാവം കേട്ടോ, അവന്റെ ഇവിടുത്തെ മലയാളികളുടെ ഭാഷ അറിയത്തില്ല. ഇവള് ചുമ്മാ ഇരുന്നും കൊണ്ട് അവൻ തട്ടി 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മറ്റേ നാറിയാണ് ചെറ്റയാണെന്നൊക്കെ ഇന്ന് പറയുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഒരു പ്രൂഫും ഇല്ല. പ്രത്യേകിച്ച് ഇവളുടെ തലയിലിരുന്ന ഗ്ലാസ് അവന്റെ കണ്ണിലോട്ട് പോയി. അതിന് ഇവളൊരു എക്സ്പ്ലനേഷനും പറയുന്നുണ്ട്. അതിനു മുന്നേ ഇതിന്റെ കുറച്ച് ഭാഗം കൂടി ഒന്ന് കണ്ടു. Look, you see there? Monastery behind this mountain, you know? Which one? You see the last mountain there? Yes. Monastery behind it. Oh, okay. Yeehaw! What's your name? Jannah. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ ഇവളടുത്ത് മോശമായിട്ട് പെരുമാറി എന്നുള്ള രീതിയിലുള്ള എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് ഇവൾ ഇരിക്കുന്നത്. ആ ഒരു എക്സ്പ്രഷൻ ഇട്ടിരിക്കുന്ന സമയത്ത് അവൻ ദൂരെ എങ്ങാണ്ട് എന്തോ വിളിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു. സൂര്യനോ എന്തോ അവിടുത്തെ എന്തോ ബിൽഡിംഗ് എന്തൊക്കെയോ അവൻ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് അവൻ അവിടെ ചെയ്യുന്നത്. ഒരിക്കലും ഒരു മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുന്നവൻ അപ്പുറത്തെ സൂര്യനെ വിളിച്ച് കാണിക്കാൻ നിൽക്കുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇവള് മോശമായിട്ട് ഇവൻ ചെയ്യുന്നു, അല്ലെങ്കിൽ മോശമായിട്ട് ഇവൻ ബാക്കി ഇരുന്നു കൊണ്ട് ഇവൻ മോശമായിട്ട് തട്ടുന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇവള് നൈസായിട്ട് പെരുമാറിയതായിട്ടാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ വീണ്ടും കണ്ടപ്പോൾ ഫീൽ ആകുന്നത്. കാരണം ഇതിനുള്ള പോസിബിലിറ്റീസ് അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഇനി ഇവളൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏത്? ഈ ഗ്ലാസിന്റെ കേസ് നമുക്കൊന്ന് കാണാം.
എന്റെ തലയിൽ ഒരു സൺഗ്ലാസ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ സൺഗ്ലാസ് ഞാൻ ഈ കടന്ന് ഇത് പോകുന്നതിന്റെ ഇതിൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഇവൻ എന്റെ അടുത്ത് നിന്ന് ഇവൻ ബാക്ക് ചെയ്യുന്നിട്ട് എന്റെ മുടിയോടെ പറിച്ച് വലിച്ചെടുക്കുകയാണ് ചെയ്തത്. അവനത് വേണം, അവനത് വെച്ചെടുത്ത് തരാം. എന്റെ ഇവിടെ ഇരിക്കുന്ന സാധനം മുടിയിൽ കുടുങ്ങിയിട്ടായിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഇങ്ങനെ ഒരു കൈ എടുക്കാൻ നോക്കുമ്പോഴത്തേക്ക് വേദനിക്കുന്നുണ്ട്. ഇത്രയും മെഗൽ ഇങ്ങനെ വന്ന സമയത്ത് ഇവനാണ് ബാക്കിൽ നിന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറിച്ചെടുത്തത്. ഓക്കെ, അപ്പൊ ആ സൺഗ്ലാസ് ഞാൻ 4 മാസം മുമ്പ് സൗദിയിൽ പോയപ്പോൾ വാങ്ങിച്ച 1800 റിയാൽ കൊടുത്ത് വാങ്ങിച്ചു. നാട്ടിൽ ഏകദേശം 43,000 രൂപ കൊടുത്തിട്ട് ഞാൻ വാങ്ങിച്ച ഒരു സാധനമാണ്. അപ്പൊ ആ സാധനം പോലും ഈ പുള്ളി കൈവശം വെച്ചപ്പോഴത്തേക്ക് തിരിച്ചു വാങ്ങിക്കാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല. അതായത് ഈ പറയുന്ന അബ്ദുള്ള എന്ന് പറയുന്ന വ്യക്തി ഇവളുടെ തലയിൽ നിന്നും പറിച്ചെടുത്തതാണ് ഈ ഗ്ലാസ് എന്നാണ് ഇവള് പറയുന്നത്. പറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ വേദന പൊട്ട് അതൊരു സൈഡിൽ കാണും. അങ്ങനെ ഒരു വേദന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തടവിയിരിക്കും അല്ലെ? അതല്ലേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു തടവുന്നതായിട്ടോ ആഫ്റ്റർ ഫുട്ടേജിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇനി അങ്ങനെ ഒരു വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു പറിച്ചെടുക്കുന്ന സമയത്ത് അവിടെയുള്ള മുടി എന്ത് ചെയ്യും? ഒരു അലങ്കോലമായിട്ട് കൊലഞ്ഞ് തരിപ്പണാവും. എന്നാൽ നിങ്ങളൊന്ന് നോക്കി നോക്ക്, സൺഗ്ലാസ് ഇരിക്കുന്ന അതേ സമയത്തുള്ള അതേ ഹെയർ സ്റ്റൈൽ തന്നെയാണ് സൺഗ്ലാസ് അബ്ദുള്ളയുടെ കണ്ണിലെത്തിയതിനു ശേഷവും ഈ പറയുന്ന ജന്നയുടെ ഹെയർ സ്റ്റൈൽ. ഒരു മാറ്റമില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം വ്യക്തമായിട്ട് അവിടെ മുടി വെച്ചുകൊണ്ട് പറിച്ചെടുത്തിട്ടില്ലെന്ന്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഏതെങ്കിലും വ്യക്തി ഇങ്ങനെ പറിച്ചെടുക്കുക, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അവന് പുറത്ത് പോണ്ടേ? ഇനി ഇവൻ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് ഇവൻ പുറത്ത് അവളെ കൊണ്ടുവിടുന്ന സമയത്ത് അവൾ അവിടെ ആരെടുത്തെങ്കിലും പരാതി പറഞ്ഞു കഴിഞ്ഞാൽ, ആ പുറത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ പരാതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന് പണി കിട്ടത്തില്ല. ഇങ്ങനെ എന്റെ ഗ്ലാസ് ഒക്കെ പറിച്ചെടുത്ത് എന്റെ അടുത്ത് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവന് പണി കൊടുക്കാൻ പറ്റും. അവിടെയുള്ള നാട്ടുകാർ തന്നെ ചിലപ്പോൾ പെരുമാറുന്നിരിക്കും. പക്ഷേ ഇവിടെ നല്ല ഒന്നാം തരമായിട്ട് ഫേക്കായിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇവിടെ ജന്ന കണ്ടന്റ് ഉണ്ടാക്കുക എന്ന് മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങൾ തന്നെ ഈ ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറെ കൂടി കാര്യങ്ങൾ എക്സ്പോസ് ആവുന്നുണ്ട്. ഞാൻ ഈ കാണിച്ച ആഫ്റ്റർ ബിഫോർ ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ കണക്ട് ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ളവളുമാര് ഉടായ്പ് കണ്ടന്റുകൾ ഉണ്ടാക്കി മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുമ്പോൾ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട്. ഇനി ഇതിനുശേഷം ഇവളുടെ ഒരു മൊടന്തൻ ന്യായീകരണമുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയതിന്റെ ഒരു വിഷയം. അതായത് ഇവള് പറയുന്നത് മോശമായി പെരുമാറി ഈ ഗ്ലാസ് വലിച്ചൂരി അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്തും ഇത്തരം കാര്യങ്ങളിലൊന്നും അവർക്ക് ഫൂട്ടേജ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇവള് കുറെ എക്സ്പ്ലനേഷൻ പറയുന്നത് മാത്രമേ അവർക്ക് എടുക്കാനുള്ള ഫൂട്ടേജേ പറ്റിയിട്ടുള്ളൂ. അതിനർത്ഥം തന്നെ ഇവള് തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത സാധനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അവളുടെ എക്സ്പ്ലനേഷൻ കേട്ടു നോക്കാം. ണ്ടോ ഇങ്ങനെ ഞാൻ പിടിച്ചിട്ടിരിക്കുവാണ്. ഈ പിടിച്ചതിനിടയിലാണ് ഞാൻ ഓൺ ആക്കിയിട്ട് ആ സൈഡിൽ പിടിച്ചത്. അപ്പൊ എന്റെ ക്യാമറ ഓൺ ആണ്. പിന്നെ ഇതിൽ 58 മിനിറ്റ് ആണ് ബാലൻസ് മൊത്തത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പറഞ്ഞ പെട്രോൾ പേരുടെ മുതൽ ടോട്ടൽ 88 ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതിന്റെ മേഖലയിൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ആകെ 16 മിനിറ്റ് എങ്ങാണ്ട് ബാലൻസ് ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാ എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളതൊന്നും എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കി ഓൺ ആക്കുന്നുണ്ടായിരുന്നു. അതെ എപ്പോഴാ എങ്ങനെയാ സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി ഓഫാക്കുന്നു. അവൻ മറ്റേ ഗ്ലാസ് വലിച്ചെടുത്തെന്ന് പറയുന്ന സമയത്തോ അത്തരം സമയങ്ങളിലൊന്നും അവൾക്ക് ഓണാക്കാനില്ല. അവൾ അപ്പോഴൊന്നും ഓണാക്കത്തില്ല. അതിനുശേഷം വെറുതെ ഇരിക്കുമ്പോൾ മാത്രം ഓണാക്കിയിട്ട് അവൻ്റെ അടുത്ത് പിടിച്ച് അവൻ്റെ അടുത്ത് നക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് എന്തെങ്കിലും ജെനുവിനിറ്റി നിന്റെ കണ്ടന്റിലുണ്ടാ? എന്തെങ്കിലും ജെനുവിനിറ്റി? നീ പറയുന്ന എല്ലാം കള്ളത്തരങ്ങളാണ്. ഓരോ കള്ളത്തരങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ വലിച്ചൂരി എടുക്കാൻ സാധിക്കുന്നുണ്ട്. അത്രമാത്രം കള്ളത്തരങ്ങൾ ഉടായ്പകളാണ് നീ വിളിച്ച് പറയുന്നത്. എന്റെ പൊന്നു ജന്നെ, നീ വെറും നാറി കളിയാണ് ആ വ്യക്തിയെ വെച്ചിട്ട് കളിച്ചിട്ടുള്ളത്. അവന് ഭാഷ അറിയാത്തതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മൂഞ്ചിയൻ അവൻ അവിടെ ചിലപ്പോൾ വെട്ടി താത്തിയാന്. ഉള്ള കാര്യം പറയാമല്ലോ. അവൻ അവിടെ ഇവിടെ കിടക്കുന്നതായതുകൊണ്ട് നീ ഇങ്ങനെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ എന്ന് നീ വിചാരിച്ചു കാണും. അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിക്ക്, ഇവിടെ കണ്ടോണ്ടിരിക്കണമാര് പൊട്ടന്മാർ അത്ര. ഷിംജിത എന്ന് പറയുന്ന ഒരു നായിന്റെ മോള് ഒരു വ്യക്തിയുടെ ജീവിതം വെച്ച് കളിച്ചു. ആ വ്യക്തിയുടെ ജീവൻ തീർന്നു. ദീപക് എന്ന് പറയുന്ന അതേ ഒരു കേസ് തന്നെയാണ് നീ ഇവിടെ കാണിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവൻ അങ്ങ് കിടക്കുന്നത് കൊണ്ട് അത് നൈസായിട്ട് ആരും അറിയാണ്ട് അങ്ങ് മുങ്ങിപ്പോയി. അല്ലാത്ത പക്ഷം അവനും വല്ല കടുങ്കയും ചെയ്താനെ. ഉള്ള കാര്യം പറയാമല്ലോ. നിന്നെയൊക്കെ പോലെ ഉള്ളവളുമാരെ കാരണം ഇവിടെ ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇപ്പൊ എന്ത് കേരളത്തിൽ നിന്ന് അങ്ങ് ജോർദാനിൽ പോയിട്ട് ഒരാണുങ്ങളെ ഗതിയെടുത്തുന്ന അവസ്ഥയിലോട്ടാണ് നീയൊക്കെ പോലെയുള്ള സാധനങ്ങൾ കാരണം എത്തുന്നത്. വല്ലാത്തൊരവസ്ഥ കേട്ടാ. ഇങ്ങനെ നാറിയ രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നതിനേക്കാളും പോയി കുനിഞ്ഞിരിക്കുന്നതായിരിക്കും ബെറ്റർ, സത്യം. ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവള് ന്യായീകരിക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മ്യൂളിൽ ഞാൻ കയറുന്ന സമയത്ത് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് എന്റെ ഫോൺ ഞാൻ ബാഗിൽ വെച്ചിട്ട് ഈ DJ ക്യാമറയിലാണ് ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഓരോ തവണയും സൈഡിൽ ക്ലിക്ക് ചെയ്യുന്നത് ഓണാൻ വേണ്ടിയിട്ടും ഓഫ് താനും ഓഫായി പോകും. സ്ക്രീനും ഓഫ് ഇടയ്ക്ക് പോകണം. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അതായത് ക്യാമറയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അങ്ങനെ ആക്കി വച്ചു. അതായത് കാണുന്ന ആൾക്കാരെ വിട്ടികളാക്കുകയാണ്. ഞാനിതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ എന്നാ ഗിരവത്ത് ഉണ്ടാക്കാനാണ് നീ ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞ് എടുക്കാൻ പോയിട്ടുള്ളത്? ഇത്രയും ദിവസമായിട്ട് അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ലേ? ഇപ്പോഴാണോ നീ ഓരോന്നായിട്ട് പഠിച്ചു വരുന്നത്? എന്തോന്നല്ല തള്ളി മറിക്കുന്ന
ഇമാതിരി തള്ളല്ല കേട്ടാ. ഞാൻ നിന്റെ ഓരോ സ്റ്റാറ്റസ് കണ്ട സമയത്ത് ഞാനിങ്ങനെ അടുത്തെടുത്ത് വെച്ച് നോക്കുന്നു നിന്റെ മറ്റേ വീഡിയോ ഈ വീഡിയോ. അപ്പോൾ വീണ്ടും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ആയിക്കൊണ്ടിരിക്കുക. ലോക കള്ളത്തരമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ന്. പിന്നെ നീ എന്നാ ഗീരവത്തിനാണ് ഒറ്റയ്ക്ക് ഈ ട്രാവൽ ലോകം എന്ന് പറഞ്ഞ് എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത്? ഇത്രയും ദിവസമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒന്നും നീ പഠിച്ചില്ലേ? അത് തന്നെ ലോക പച്ചക്കള്ളമാണെന്ന് ഇതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ഉള്ളതിനൊന്നും നമ്പരുത്. റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ വരെ പിടിച്ച് വിൽക്കുക, അങ്ങനത്തെ ടീംസുകളാണ്. ആ സാധനത്തിന് നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മ്യൂൾ എന്ന് പറഞ്ഞ സാധനം വളരെ ചെറുതാണ്. എനിക്ക് തോന്നുന്നു എന്റെ ഡേറ്റയ്ക്ക് അതിന് ഉണ്ടാവത്തുള്ളൂ. അതൊരു ചെറിയൊരു അനിമൽ ആണ്. ആ ഒരു അനിമലിന്റെ മേഖല ഞാൻ കയറിയിരിക്കുമ്പോൾ ഞാൻ കംഫർട്ട് അല്ലായിരുന്നു. എനിക്ക് പിടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിന്നുന്ന എനിക്ക് തോന്നുന്നുണ്ട്. ആ ഞാൻ അവനെ കയറിയിരിക്കാൻ പറയുന്നു ഒരിക്കലും ഇല്ല. ഇൻ ബിറ്റ്വീനിൽ നമ്മളിങ്ങനെ മേലെ കുത്തനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ ഇതിന്റെ അടുത്ത് ഇതിനടിച്ചിട്ട് ഇത് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ ഇവനാണ് ഇതിന് മേലെ ചാടി കയറിയിട്ടുണ്ടായിരുന്നത്. ഈ ചാടി കയറിയ സമയത്ത് ഞാൻ ഇവനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എന്റെ മേഖലയിൽ കയറിയത്? ഇത് നമ്മളുടെ വെയിറ്റ് താങ്ങുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിന്നെ എന്നെയും പോലെ ഇന്നും രണ്ടാൾക്കാർ ഇരുന്നാലും ഇത് താങ്ങും എന്ന് പറഞ്ഞു. ഇവിടെ നീ തന്നെ പറയുന്നുണ്ട്, അതിനെ കണ്ടപ്പോൾ എന്നെ കൂടി താങ്ങുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ നീ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ എന്തിനാണ് അതിന്റെ പുറത്ത് കയറി പോയതെന്നാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ. എന്നിട്ട് അവനും കൂടി ചാടി കയറി ഇരുന്നപ്പോൾ അയ്യോ എന്റെ വെയിറ്റ് താങ്ങുമെന്ന് നിനക്ക് ഡൗട്ടായപ്പോൾ അയ്യോ അവൻ പറഞ്ഞു എന്നെയും നിന്നെയും വേണം രണ്ടാളെയും കൂടി താങ്ങുമെന്ന് അവൻ പറഞ്ഞെന്ന് നീ പറയുന്നുണ്ട്. അല്ലാണ്ട് കൂടുതൽ തെളിവൊന്നുമില്ലല്ലോ. ഇനി ഈ സാധനം എത്ര ആൾക്കാരെ വെയിറ്റ് താങ്ങുമെന്നും ഇതിന്റെ സഫാരിയെ പറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ നോക്കാം. അതിനു മുന്നേ ഇവളുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഞാനൊന്ന് കൊടുക്കാം. ആ സ്റ്റോറി നിങ്ങൾ കാണണം. ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവൾ ഇതുപോലത്തെ ഒരു സ്റ്റോറി ഇട്ട് എൻജോയ് ചെയ്യുമോ എന്നതാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളുണ്ടെങ്കിൽ എനിക്ക് ഇതിനുള്ള ഉത്തരം തരണം. നിങ്ങളടുത്ത് ഒരുത്തൻ മോശമായി പെരുമാറിക്കഴിഞ്ഞാൽ ആ പെരുമാറിയ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ് അതിനൊരു സ്റ്റോറി ആക്കി ഒരു ട്രോളാക്കി എൻജോയ് ചെയ്യുന്ന മൊമെന്റ് ആക്കി മാറ്റിക്കൊണ്ട് നിങ്ങളൊരു വീഡിയോ പ്രസന്റ് ചെയ്യുമോ അല്ലെങ്കിൽ സ്റ്റോറി ഇടുക എന്തെങ്കിലും ചെയ്യുമോ? ഞാൻ ഈ ജന്നയുടെ ഒരു സ്റ്റോറി ഒന്ന് കാണിച്ചു തരാം. This is my nickname. Okay, what's your real name? I'm Jackie. Sagar alias Jackie. Rename Abdullah. അബ്ദുള്ള. നല്ല പേരും വെച്ചിട്ട് ഒന്ന് വയറില് ചെയ്താൻ്റെ അടുത്ത് ചെയ്തോണ്ടിരിക്കണം എൻ്റെ മോൻ. അല്ല എന്താണ് പുറത്ത് തട്ടുന്ന ഒരു സാധനം? ജട്ടി ഒന്നും ഉണങ്ങുന്നില്ലെന്നേ. ആ കണ്ടല്ലോ, അവളുടെ സ്റ്റോറി നിങ്ങൾ കണ്ടല്ലോ. ജോർദാൻ ജാക്കി ജാൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഘവത്തോട് കൂടി അതിനെ വീണ്ടും വീണ്ടും ആൾക്കാരിലേക്ക് എത്തിച്ച് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പേക്കൂത്ത് മാത്രമായിട്ടാണ് എനിക്ക് ഇതിനെ കാണാൻ സാധിക്കുന്നത്. എന്ത് നശിച്ച ആൾക്കാരുടെ ഇതൊക്കെ, എന്ത് 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 തരം ആൾക്കാരാണ് ഇതൊക്കെ. ഒരു പെൺകുട്ടിക്ക് മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ട് അവൾ സ്റ്റോറി ഇട്ട് എൻജോയ് ചെയ്യാൻ നിൽക്കൂ ഇങ്ങനെ, അതും ട്രോളായിട്ട്. നിങ്ങളത് ആലോചിച്ച് നോക്ക് ഇവളുടെയൊക്കെ മൈൻഡ് സെറ്റ് എത്രത്തോളം ഉണ്ടെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഇത് വെറും കണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു എന്ന്. ഇനി ജോർദാനില് ഇതുപോലെ കഴുതകൾ ഉപയോഗിക്കാറുണ്ട് സഫാരിക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട്. അങ്ങനെ കഴുതകളുമായിട്ട് ആൾക്കാർ കയറിയിരുന്ന് പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു അബ്ദുള്ള അവിടെയും കാണും. ആ ഒരു കഴുതപ്പുറത്തിരുന്ന് പോകുന്ന ഒരു സീന് നിങ്ങളൊന്ന് കണ്ടുനോക്ക്. വളരെ ടഫാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴുതയുടെ പുറത്തൊക്കെ ഇരുന്ന് പോകുന്ന സമയത്ത് കുലുങ്ങിയൊക്കെ പോകത്തുള്ളൂ. അത് ഏതൊരു പൊട്ടനും അറിയും. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് കണ്ടുനോക്ക്. കണ്ടല്ല, കഴുതപ്പുറത്തിരുന്ന് രണ്ടുപേരും കൂടി പോവുകയാണ്. പോകുന്ന സമയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കുലുങ്ങി പോകുന്നുണ്ട്. ബാക്കിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നൈസായിട്ട് ഒന്ന് നോക്കി നോക്ക്. സ്ലോ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. കണ്ട, ബാക്കിൽ ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. അവനും പിടിച്ചിരിക്കണം. ഇത് ഒരു കഴുതപ്പുറത്ത് തന്നെയാണ് ഇരുന്ന് പോകുന്നത്. കഴുത വാലിട്ടടിക്കുന്നു, അവൻ അവിടെ ഇരിക്കുന്നു. അതുപോലെ നൈസായിട്ട് ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ട്, കയറി പിടിച്ചിരിപ്പുണ്ട്. അല്ലാണ്ട് അവന് മോശമായിട്ടൊന്നും പെരുമാറുന്നില്ല. ഇത് ഫ്രണ്ടിലൊന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ, ആ സ്ത്രീ ഇത് ഫ്രണ്ടിൽ നിന്നൊരു വ്യൂ പോയിന്റിലൊന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവൻ ബാക്കിൽ ചേർന്നിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അല്ലാണ്ട് ഒരിക്കലും ചേർന്ന് ഇരിക്കുന്നില്ല. പക്ഷെ ഇത്രയും ചേർന്നിരുന്നേ പറ്റത്തുള്ളൂ. അങ്ങനെ ഇരുന്നാലേ അവനും ഇരിക്കാൻ പറ്റത്തുള്ളൂ, ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സ്ത്രീക്കും ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്. ഈ കഴുത സവാരിയായാലും കുതിര സവാരിയായാലും എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതാദ്യം മനസ്സിലാക്കുക. എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ അവൾ ഉടായ്പാണ്, കാരണം കുതിര സവാരിയായാലും കഴുത സവാരിയായാലും ഇങ്ങനെയൊക്കെ തുള്ളിയെ പോകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ തന്നെയാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണ് കേട്ടാ. അതുകൊണ്ട് ഈ ചേച്ചി ഇരിക്കുന്നത് കണ്ടല്ലോ. അപ്പം നമ്മുടെ ജന്ന ചേച്ചി കാണിച്ചത് മൊത്തം ഉടായ്പാണെന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരുവിധം കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നല്ല ഒന്നാം തരമായിട്ട് അവൾ നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. അതായത് ഇവള് തുള്ളിയ ഒരു വീഡിയോ കൊടുക്കാം. ഞാൻ ഈ മുന്നേ കാണിച്ച കഴുത സവാരി വീഡിയോയും ഇനി ഇതുമായിട്ടൊന്ന് കണ്ടു നോക്കും.
Look. കണ്ടല്ലോ, ഇതിൽ എവിടെയാണ് അബ്ദുള്ള മോശമായിട്ട് പെരുമാറുന്നത്? അല്ലെങ്കിൽ എവിടെയാണ് ഇതിൽ അവൻ എന്താണ് ചെയ്തത്? അവന്റെ ഒരു കൈ സൂര്യനെ നോക്കി കാണിക്കുന്നു, മറ്റേ കൈ ഇപ്പുറത്തിരിക്കുന്നു, കയറിലെങ്ങാണ്ട് പിടിച്ചിട്ടുണ്ട്. ഇവളടുത്ത് എപ്പോഴാണ് അവൻ കയറി പിടിച്ചത്? ഇവളെന്ത് എന്ത് എന്ത് തേങ്ങ ഇവള് പറയുന്നത്? കണ്ടന്റ് ക്രിയേഷൻ, നാട്ടുകാരെ മൂഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തന്റെ ജീവിതം വെച്ച് കളിക്കാൻ ശ്രമിച്ച വെറും ഫേക്ക് കണ്ടന്റ് ക്രിയേഷൻ. ഇപ്പൊ അല്ലെങ്കിൽ നെഗറ്റീവിലൂടെ റീച്ച് കിട്ടുന്ന ഒരു പ്രവണതയാണല്ലോ. പിന്നെ ഷിംജിത എന്ന് പറയുന്ന ഒരു കടയാടി മോള് റീച്ച് ഉണ്ടാക്കി ദീപക് മരിച്ചത് കൊണ്ട് മാത്രമാണ് അവള് റിമാൻഡിൽ പോയത്. എന്നാൽ ഇവക്കറിയാം 10 നെഗറ്റീവ് കേട്ടാലും കുഴപ്പമില്ല, ഞാൻ എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെടാനൊന്നും പോകുന്നില്ല, പ്രത്യേകിച്ച് അവനങ്ങ് ജോർദാനിലല്ലേ കിടക്കുന്ന. അതുകൊണ്ട് ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞാലും തന്തയ്ക്ക് വിളിച്ചാലും കുഴപ്പമില്ല, ഞാൻ 10 ആളിലേക്ക് എത്തുമല്ലോ. ഇപ്പൊ എല്ലാവരും റിയാക്ഷൻ വീഡിയോയിലും ചെയ്ത് ഇവളങ്ങ് വൈറലായല്ലോ. അതുകൊണ്ട് അവൾ ഹാപ്പിയാണ്. അത് വേറെ സത്യം കേട്ടാ, അതൊരു പ്രപഞ്ച സത്യമാണ്. ഇനി ഞാനൊരു ഞാനൊരു പോസ്റ്റ് കൊടുക്കാം. അതായത് നിങ്ങൾ സൈഡിൽ വായിച്ചാൽ മതി. ഈ ജോർദാനിലെ ഈ സെക്ഷൽ അബ്യൂസിനെ പറ്റിയിട്ടുള്ള എഗെയിൻസ്റ്റ് ഉള്ള കേസും വകുപ്പുകളെയൊക്കെ പറ്റിയിട്ട് ഞാൻ കുറച്ചൊന്ന് വായിച്ചാണ്. സെക്ഷൽ അബ്യൂസ് അഗൈൻസ്റ്റ് വുമൻ ഇൻ ജോർദാൻ ഈസ് ക്രിമിനലൈസ്ഡ് അണ്ടർ ദ പീനൽ കോഡ് വിത്ത് റേപ്പ് ക്യാരിങ് എ മിനിമം 15-year ഹാർഡ് ലേബർ സെന്റൻസ്. മേജർ ലീഗൽ റിഫോംസ് ഇൻക്ലൂഡ് ദ 2017 abolition of Article 308 which previously allowed rapists to avoid punishment by marrying their victims. Legal penalties were based on the victim's age, relationship to അങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവള് ലോക ഉടായ്പത്തനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവളുടെ തലയിലിരുന്ന സൺഗ്ലാസ് അവന്റെ കണ്ണിലോട്ട് പോയി. അവള് കൈമാറിയിട്ട് അവൻ വലിച്ചെടുത്തതാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ ശ്രമിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവളിപ്പോ കാണിച്ചിട്ടുള്ള പരിപാടികൾ കണ്ട. ഇതിനുശേഷം എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. ഞാൻ കേസ് കൊടുത്ത് മറ്റോ കൊടുത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതെ 200 കിലോമീറ്റർ അപ്പുറത്ത് പോയി കൊടുത്ത്. അവക്കറിയാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കേസ് എടുക്കത്തില്ല എന്ന്. ഏത് രാജ്യത്താണ് അങ്ങനെ എടുക്കുന്നത്? അങ്ങനെ എടുക്കത്തില്ല. അതേ സർക്കിളിൽ പോയിട്ട് കേസ് കൊടുക്കാൻ പറയും. അവൾ ആ സർക്കിളിൽ പോയിട്ട് കേസ് കൊടുത്തോ? ഇല്ല. പകരം 200 കിലോമീറ്റർ താണ്ടി അപ്പുറത്ത് പോയി കേസ് കൊടുത്ത്. അവക്കറിയാം അങ്ങനെ എടുക്കത്തില്ലെന്ന്. എന്നാൽ നാട്ടുകാരെ കാണിക്കാനായിട്ട് താൻ കേസ് കൊടുത്തെന്ന് തനിക്ക് സ്ഥാപിക്കാനും പറ്റും. ഈ പരിപാടിയാണ് അവൾ അവിടെ കാണിച്ചിട്ടുള്ളത്. വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇവളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മണ്ടന്മാരാണ്. ഞാൻ ആദ്യത്തെ വീഡിയോ മുതലേ ഡൗട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു ഇവള് ഫുള്ള് കണ്ടന്റ് ക്രിയേഷൻ ആണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ മൂന്നാമത്തെ വീഡിയോയിൽ കുറെ കൂടി എക്സ്പോസ് ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവള് ജെന്യൂൻ ആണെന്ന് തോന്നുന്നു? എനിക്ക് 1% പോലും തോന്നുന്നില്ല. എന്തായാലും അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോ ഇടണം.